അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ സോങ് ആയിരുന്നു പിന്നെ ആനച്ചന്തം. ആനച്ചന്തം. അയ്യോ, അതും വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ്. ജയരാജ് സാർ തന്നെയാണ് എനിക്ക് നല്ലൊരു അവസരം തരുന്നത്, നല്ലൊരു പാട്ട്. അപ്പൊ അത് പക്ഷെ സിനിമയിൽ മെയിൽ വേർഷനാണുള്ളത്, വേണുചേട്ടനാണ് പാടിയിരിക്കുന്നത്, ടൈറ്റിൽ സോങ് ആണ്. അപ്പൊ സാർ എന്നെ വിളിക്കുമ്പോഴേ പറഞ്ഞിരുന്നു നല്ലൊരു പാട്ടാണ്, പക്ഷെ അത് സിനിമയിൽ മെയിൽ വേർഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്, എന്നാലും CD ഉണ്ടാവും, നല്ലൊരു പാട്ടാണ്, പോയി പാടൂ. 2 പാട്ടുകള് ജയരാജ് സാറാണ് തന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇനി അടുത്തൊരു ഓപ്പണിംഗ് കിട്ടുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജയരാജ് സാറിനോട് ഇപ്പോഴും എല്ലാം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം, വരും, അവസരം വരും, വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു ഞാനെങ്ങനെ ആരെങ്കിലും പോയി കണ്ട് ഇങ്ങനെ അവസരം ചോദിക്കണ്ടേ, വെയിറ്റ് ചെയ്യൂ, പാടി തുടങ്ങിയല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്യൂ, എന്തായാലും അവസരങ്ങൾ വരും. 4 ഫ്രണ്ട്സിലെ എൻ്റെ ചിത്രത്തിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടിലേക്ക് തോന്നുന്നു. ചേട്ടൻ അനിയത്തി അങ്ങനത്തെ ഒക്കെ സീൻസ് റീൽസ് ഒക്കെ പാടും വരുമ്പോ അത് ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബർത്ത്ഡേക്കും അങ്ങനെയുള്ള റീൽസിലൊക്കെ വരാറുണ്ട്. അത് നല്ലൊരു സോങ് ആട്ടോ. അതും ആ അവസരം തരുന്നത് സജി സുരേന്ദ്രനാണ്, ഡയറക്ടർ. M ജയചന്ദ്രൻ ചേട്ടൻ്റെ പാട്ടാണ്. അപ്പൊ അതും പാടിയതൊക്കെ വലിയ വലിയ സ്റ്റാർസിന്റെ സിനിമകൾക്ക് വേണ്ടിയാണ്. അതിനേക്കാളുപരി എനിക്ക് ആ പാട്ട് പാടിയത് ഒരു ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ദാസാറിന്റെ കൂടെ ദാസാറിനോടൊപ്പമാണ് ആ ഡുവറ്റ് സോങ് പാടിയത്. ഇപ്പൊ ഡബ്ബിംഗ് എന്ന് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു പാട്ട് മാത്രല്ല ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോസഫ് എന്നുള്ള മൂവിക്ക്. എനിക്ക് അറിയില്ല, ജോസഫിൽ ചെയ്തു. അതിനേക്കാളും മുമ്പ് ഞാൻ പാടുന്നതിന് മുമ്പ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതായത് അശ്വാരൂഢനിൽ പാടുന്നതിന് മുമ്പ് കുറെ സീരിയൽസ് ചെയ്തിട്ടുണ്ട്, സീരിയലിലൊക്കെ കുറെ ഡബ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് സീരിയലില്. ക്യാരക്ടറിന്റെ പേരോ സീരിയലിന്റെ പേരോ ഒക്കെ ഞാൻ മറന്നുപോയി. അന്ന് സൂര്യ TV-യിലും പിന്നെ ദൂരദർശനിലും ഒക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന സീരിയലുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡബ്ബിംഗ് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. ആണല്ലേ, ഓക്കെ. ഡബ്ബിംഗ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു അഭിനേത്രി ഉള്ളിൽ എവിടെ ഒളിച്ച് കിടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഓഫേഴ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ സോങ് ആയിരുന്നു ആനച്ചന്തം. അയ്യോ, അതും വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ്. ജയരാജ് സാർ തന്നെയാണ് എനിക്ക് നല്ലൊരു അവസരം തരുന്നത്, നല്ലൊരു പാട്ട്. അപ്പൊ അത് പക്ഷെ സിനിമയിൽ മെയിൽ വേർഷനാണുള്ളത്, വേണുചേട്ടനാണ് പാടിയിരിക്കുന്നത്, ടൈറ്റിൽ സോങ് ആണ്. അപ്പൊ സാർ എന്നെ വിളിക്കുമ്പോഴേ പറഞ്ഞിരുന്നു നല്ലൊരു പാട്ടാണ്, പക്ഷെ അത് സിനിമയിൽ മെയിൽ വേർഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്, എന്നാലും CD ഉണ്ടാവും, നല്ലൊരു പാട്ടാണ്, പോയി പാടൂ. അപ്പോഴേക്കും ഇതൊരു പ്രൊഫഷനിലേക്ക് എത്തി. ഞാൻ ഈ അഴകാലിലെ പാടി ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സിനിമ റിലീസായി. ആ സമയത്തായിരുന്നു ആനച്ചന്തത്തിന്റെ റെക്കോർഡിങ്. അപ്പൊ ഏതാണ്ട് അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു റെക്കോർഡിങ്. അപ്പൊ ജയരാജ് സാർ അത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു, അത്രത്തോളം നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു ടാലന്റ് കണ്ടുപിടിച്ച് പുതിയൊരാൾക്ക് അവസരം കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും അങ്ങനെ ചെയ്യില്ല. ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്ത ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ മൂവീസ് ഒക്കെ ഏതായിരുന്നു? ഞാൻ ചോക്ലേറ്റിൽ നല്ലൊരു സോങ് ആണ്. കോളേജില് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. പൃഥ്വിരാജിന്റെ 111 ദിവസം തിയേറ്ററിൽ ഓടി എന്നുള്ളൊരു ഇതൊക്കെ എനിക്ക് കിട്ടി. അതൊക്കെ ഭയങ്കര സന്തോഷം, ആദ്യമായിട്ട് കിട്ടുന്നല്ലേ. അപ്പൊ അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു, അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി. അന്നത്തെ ഹിറ്റ് മേക്കേഴ്സ് ആണ് ഷാഫി, ആ ഒരു ടീമിന്റെ പാട്ടാണ്. അപ്പൊ അന്നത്തെ ഹിറ്റ് മേക്കേഴ്സ് ആണ് അവരൊക്കെ. ക്ലാസ്മേറ്റ്, ചോക്ലേറ്റ്, അങ്ങനെ കുറച്ച് സീരീസ് വന്നല്ലോ. അപ്പൊ അതിലൊരു പാർട്ടായി, പാട്ട് ഹിറ്റായി, സിനിമ ഹിറ്റായി. സിനിമ ഹിറ്റ് ആകുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ പാട്ടും ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഡബിങ് സിനിമകൾ കുറെ പാടി. എനിക്ക് തോന്നുന്നു ചോക്ലേറ്റിന് മുമ്പും ഞാൻ ആനച്ചന്തത്തിന് ശേഷം എനിക്ക് ഇനിയിപ്പോൾ ഞാൻ എന്താണ് 2 പാട്ടുകൾ ജയരാജ് സാറാണ് തന്നത്. അപ്പം ഇനി എങ്ങനെയാണ് ഇനി അടുത്തൊരു ഓപ്പണിംഗ് കിട്ടുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജയരാജ് സാറിനോട് ഇപ്പോഴും എല്ലാം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം,
വരും, അവസരം വരും. വെയിറ്റ് ചെയ്യും. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, ഞാനിങ്ങനെ ആരെങ്കിലും പോയി കണ്ട് ഇങ്ങനെ അവസരം ചോദിക്കണ്ടേ, വെയിറ്റ് ചെയ്യൂ, ഇപ്പം പാടി തുടങ്ങിയല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്യൂ, എന്തായാലും അവസരങ്ങൾ വരും എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഡബ്ബിങ് സിനിമകൾ അന്ന് ഹാപ്പി, ബണ്ണി, അല്ലു അർജുൻ്റെ കുറേ സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്ന ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ അങ്ങനെ കുറേ പാട്ട്, ഹാപ്പിയിലെ ഒരു പോക്കിരിയെ ഐ ഹേറ്റ് യു അത് പാടി, അത് ഹിറ്റായിരുന്നു. ബണ്ണി എന്ന് പറഞ്ഞ സിനിമയിൽ പാടി, അങ്ങനെ അങ്ങനെ കുറേ പാട്ടുകൾ പാടി. ആ സമയത്താണ് ചോക്ലേറ്റിലും പാടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപ്പണയും കിട്ടി. പിന്നെ കുറേ പിന്നെ കുഞ്ഞു കുഞ്ഞു സിനിമകൾ, ഫിഡിൽ, കുറേ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറച്ച് സിനിമകളൊക്കെ പാടി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പാട്ടാണ് ഫോർ ഫ്രണ്ട്സിലെ എൻ്റെ ചിത്രത്തിൽ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടിലേക്ക് തോന്നുന്നു. ചേട്ടൻ അനിയത്തി അങ്ങനത്തെ ഒക്കെ സീൻസ് റീൽസ് ഒക്കെ വരുമ്പോ അത് ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബർത്ത്ഡേക്കും അങ്ങനെയുള്ള റീൽസിലൊക്കെ വരാറുണ്ട്. അത് നല്ലൊരു സോങ് ആട്ടോ. അതും ആ അവസരം തരുന്നത് സജി സുരേന്ദ്രനാണ് ഡയറക്ടർ. എം ജയചന്ദ്രൻ ചേട്ടൻ്റെ പാട്ടാണ്. അപ്പോൾ അതും പാടിയതൊക്കെ വലിയ വലിയ സ്റ്റാർസിന്റെ സിനിമകൾക്ക് വേണ്ടിയാണ്. അതിനേക്കാളുപരി എനിക്ക് ആ പാട്ട് പാടിയത് ഒരു ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ദാസാറിന്റെ കൂടെ, ദാസാറിനോടൊപ്പമാണ് ആ ഡ്യുവറ്റ് സോങ് പാടിയത്. അപ്പൊ എനിക്ക് ദാസാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോഴാണോ കണ്ടത്? അപ്പോഴും കണ്ടിട്ടില്ല, വേറെ വേറെ സമയത്താണല്ലോ, പണ്ടത്തെ പോലെ അല്ല. അപ്പൊ ദാസാറാണ് മെയിൽ വേർഷൻ പാടുന്നത്. വിജയ് യേശുദാസും വിജയും പാടിയിട്ടുണ്ട്. അപ്പോൾ ദാസാറ് പാടുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷല്ലേ. സാർ എനിക്ക് തോന്നുന്നു പോയിട്ടും കണ്ടിട്ടുണ്ടോ, USA പോയിട്ടില്ലേ? കഴിഞ്ഞ വർഷം. അന്നാണ് അത്ര അടുത്ത് എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. ആണോ? ഓക്കെ ഓക്കെ. പല വേദികളിലും സിംഗേഴ്സിന്റെ നമ്മുടെ അസോസിയേഷനിൽ അങ്ങനെയൊക്കെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അടുത്ത് പോയി അത്ര വീട്ടിൽ പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിംഗ് അല്ലേ. USA പോയി സാറിന്റെ വീട്ടിൽ പോയി. മെയിനായിട്ടും കാരണക്കാരൻ അഫ്സൽ ചേട്ടനാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു ഷോയ്ക്ക് പോയത്. അപ്പോൾ പുള്ളി അറേഞ്ച് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. അന്ന് കൊണ്ടുപോയത് ഒരു ഫ്രണ്ടാണ്, അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ അനിയൻ എന്ന് പറഞ്ഞ ഒരു ആളാണ്. അങ്ങനെ അങ്ങനെ കുറച്ചേരം ദാസാറിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം. കുറച്ചധികം 3 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു പാട്ടിനെ കുറിച്ചൊക്കെ, കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ ഡ്രീം കം ട്രൂ മൊമെന്റ് പിച്ചൊക്കെ നോക്കി കാണും. അടുത്ത് എനിക്കിങ്ങനെ അത്ര അടുത്ത് കാണാൻ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഇത്ര അടുത്ത് കാണാം, ഇത്രയും അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റും, അതൊന്നും ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഡബ്ബിംഗ് എന്ന് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു പാട്ട് മാത്രല്ല ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോസഫ് എന്നുള്ള മൂവിക്ക്. എനിക്ക് അറിയില്ല, ജോസഫിൽ ചെയ്തു. അതിനേക്കാളും മുമ്പ് ഞാൻ പാടുന്നതിന് മുമ്പ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതായത് അശ്വാരൂഢനിൽ പാടുന്നതിന് മുമ്പ് കുറെ സീരിയൽസ് ചെയ്തിട്ടുണ്ട്, സീരിയലൊക്കെ കുറെ ഡബ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് സീരിയലില്. ക്യാരക്ടറിന്റെ പേരോ സീരിയലിന്റെ പേരോ ഒക്കെ ഞാൻ മറന്നുപോയി. അന്ന് സൂര്യ ടിവിയിലും പിന്നെ ദൂരദർശനിലും ഒക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന സീരിയലുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡബ്ബിംഗ് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. ഡബ്ബിംഗ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു അഭിനേത്രി ഉള്ളിൽ എവിടെ ഒളിച്ച് കിടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഓഫേഴ്സ് ഒത്തിരി എന്തുകൊണ്ട് ചെയ്തില്ല? നമുക്ക് നല്ലൊരു നടീനെയാണല്ലോ. അപ്പൊ ഞാൻ കംപ്ലീറ്റ് പാക്കേജ് പറഞ്ഞ കറക്റ്റാണ്, എല്ലാം മൾട്ടി ടാലന്റഡ് ആണ്, എല്ലാം ഉണ്ട് കയ്യിൽ എന്നുള്ളതാണ്. എല്ലാത്തിലും കൂടി കാലെടുത്ത് വെക്കണോ, എല്ലാം കൂടി മിക്സ് ചെയ്തൊരു അവിയൽ സാമ്പാർ എനിക്ക് അങ്ങനെ ആവണമെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പം അതുകൊണ്ട് നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് നല്ലൊരു പാട്ട് പാടി അതിൽ എന്താ അതിലൊരു പേര് വരണം എന്നുള്ളൊരു ആഗ്രഹം. കുട്ടിക്കാലം തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ട്, സീരിയസ് ആയിട്ട് തന്നെ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അച്ഛനൊക്കെ ആഗ്രഹം കച്ചേരികൾ കൂടുതൽ കേൾക്കണം, കച്ചേരികൾ ചെയ്യണം, അങ്ങനെ ഒരു ആ ഒരു ലൈനിലേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് കുറച്ചൊരു നമ്മുടെ ഒരു ടീനേജ് ഒരു പ്രായമായപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വോയിസിന് കൂടുതലും ലൈറ്റ് സോങ്സ് ആണ് സ്യൂട്ട് ആവുന്നൊരു തോന്നലുണ്ടായി. കച്ചേരി അത്രയും ഹെവി ആയിട്ടുള്ള സൗണ്ട് അല്ല.
അപ്പോൾ ഫിലിം സോങ്സ് പാടുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് തോന്നി. ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്കിങ്ങനെ ഗാനമേളയ്ക്കൊക്കെ പാടണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം അച്ഛന് വലിയ താല്പര്യം ഉണ്ടായില്ല, എന്നാലും ഓക്കെ നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിൽ അച്ഛനും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ ഈ പാട്ട് പഠിച്ചത് കൊണ്ട് മനസ്സിലുണ്ട് ഒരു പാട്ടുകാരിയായിട്ട് വരണം എന്നുള്ളൊരു അങ്ങനെ. അതുകൊണ്ട് ഞാൻ നല്ല ഓഫേഴ്സ് വന്നപ്പോ എന്തോ അന്ന് അന്നൊരു പേടിയാണ്. കാരണം അത് ചെയ്താൽ പിന്നെ പാടാൻ ആരും വിളിക്കില്ലേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷെ ഇപ്പൊ കാലം മാറി, ഇപ്പൊ റെഡിയാണ്. അങ്ങനെയല്ല, ഞാൻ മാറിയെന്നല്ല, ഞാൻ വിചാരിച്ചു നല്ലൊരു ഓഫർ വന്നാ അല്ല ഇനി ചെയ്യുന്നോണ്ട് കാരണം അന്നത്തെ പോലെ അല്ല. അന്ന് ഒരു പാട്ടുകാരി സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ളൊരു പാട്ട് പാടാൻ ആരും വിളിക്കില്ലേ. ഇനി ഞാൻ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ച് ആങ്കർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആങ്കർ ആണോ പാട്ടാണോ? നിങ്ങൾ ഇപ്പൊ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ ഈ പ്രോഗ്രാം ഞാൻ പാടാനാണോ അത് ആങ്കർ ചെയ്യാനാണോ അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ല അത് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം അവർക്കും നമുക്ക് കൺഫ്യൂഷൻ വരും. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. നിങ്ങള് ഇപ്പം ഞാൻ ആങ്കർ ചെയ്തിട്ട് വേറെ പാട്ടുകാർ പാടുമ്പോൾ അതെനിക്ക് വിഷമല്ലേ. അപ്പം ഞാൻ പർപ്പസ്ഫുള്ളി ഞാൻ ആങ്കറിങ് മാറ്റി. ഞാൻ പൂർണ്ണമായിട്ടും ആങ്കറിങ്ങിന് ചെയ്യുന്നില്ല, കാരണം പാട്ട് സീരിയസ് ആക്കാം നല്ല രീതിയിൽ. അങ്ങനെയാണ് ഞാൻ ആങ്കറിങ് പതുക്കെ TV ഷോസൊക്കെ ഇങ്ങനെ കുറച്ച് വന്നു. ഇപ്പം അഭിനയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ, നല്ലൊരു എക്സൈറ്റിംഗ് ചെയ്യണ ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. ഓ വെരി ഗുഡ്. അതാണ് കാരണം അന്ന് പറയുന്നത് ഒരു 20 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അന്ന് TV ഷോസ് ആങ്കർ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഉള്ള ആങ്കേഴ്സൊക്കെ പിന്നീട് മോഡലിംഗ്, ആക്ടിങ് ആ ഒരു മേഖലയിലേക്കാണ് കൂടുതൽ പോയിട്ടുള്ളത്. ഇപ്പം രമ്യ നമ്പീശനാണെങ്കിലും അന്ന് ആങ്കർ ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ട്. നൈല, പിന്നെ ആരാ, ഒത്തിരി ആങ്കേഴ്സ്. നയൻതാര തന്നെ ആങ്കറിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്, മോഡലിംഗ് ആങ്കറിങ്. അപ്പം അങ്ങനെ ആങ്കറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഭിനയമാണ്. പക്ഷേ ഞാനിങ്ങനെ എനിക്ക് അഭിനയത്തിനേക്കാളും കൂടുതൽ പാട്ടായിരുന്നു ഇഷ്ടം. അതീ പറഞ്ഞ പോലെ മനസ്സിലൊരു ആഗ്രഹം അതായിരുന്നു. പക്ഷെ അഭിനയിച്ചു കഴിഞ്ഞാൽ പാട്ടിലേക്കുള്ള ഒരു എൻട്രി കിട്ടില്ലേ, അത് എന്തെങ്കിലും കൊണ്ടും പോവെന്നൊക്കെയുള്ളൊരു പേടി കാരണമാണ് അന്ന് ചെയ്യാതിരുന്നത്. പിന്നീട് ആലോചിക്കുമ്പോൾ അയ്യോ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ എനിക്ക് അഭിനയിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, ചെയ്യാം, അങ്ങനെ ഒരു ചിന്തയാണ്. പക്ഷെ ഇനിയിപ്പോ പറയാൻ പറ്റില്ല. അതിപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും കാണുമ്പോ അത് ശരി അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. അങ്ങനെ അതിനായിട്ട് ശ്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചില ക്യാരക്ടേഴ്സ് കാണുമ്പോ കൊള്ളാം, അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട്. അത് ഏത് ക്യാരക്ടേഴ്സ് ആയിരിക്കും? ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോൾ പ്രോമിനൻസ് ഉള്ളൊരു സംഭവം കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നോക്കാം. അതെ. പക്ഷെ എന്നാലും എന്റെ മുന്നിൽ പാട്ട് തന്നെയാണ്, പാട്ടുകാരിയായിട്ട്. അല്ല, ഞാൻ ഡബിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് അഭിനയിക്കുകയാണല്ലോ, നല്ല ഫീലോട് കൂടി ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പാട്ട് ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലം തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാ അവസരം കിട്ടുക എന്നുള്ളത് ഒന്നും അറിയില്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ ബാലചന്ദ്ര മേനോൻ സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റോസസ് ഫാമിലി ക്ലബ് ഉണ്ട് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്നെ പാടാൻ ഇങ്ങനെ വിളിച്ചിരുന്നു. ഞാൻ ഒരു പ്രോഗ്രാമിന് മേനോൻ സാർ ആങ്കർ ചെയ്തിരുന്ന സല്ലാപം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ ഒരു ടാലൻ്റായിട്ട് ഇൻ്റർവ്യൂ എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി അദ്ദേഹമാണ് ആങ്കർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ പാട്ട് പാടുന്നത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കുറച്ച് പ്രോഗ്രാംസിനൊക്കെ എന്നെ വിളിച്ചു. അപ്പോൾ മേനോൻ സാറാണ് എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചത്, അഖിലയുടെ ശബ്ദം ഡബ് ചെയ്യാൻ നല്ലതായിരിക്കും, ട്രൈ ചെയ്തുകൂടെയും ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു തുടങ്ങിയ ഓക്കെ, അങ്ങനെ ഒരു ശബ്ദം കൊണ്ട് പാട്ട് മാത്രമല്ല, അങ്ങനെയും ഒരു അവസരം ഒരു മേഖലയിലേക്ക് നമുക്ക് വേണമെങ്കിൽ
എത്താം. അപ്പോൾ ഞാനൊരു ഡബ്ബിംഗ് കോഴ്സ് ചെയ്തു. ശിവമോഹൻ തമ്പി എന്ന് പറയുന്ന സീരിയൽ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം കുറേ സീരിയൽസ് ചെയ്തു. ദൂരദർശനിലും സൂര്യ ടി വിയിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഉള്ള കുറേ സീരിയൽസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡബ് ചെയ്തു. 1-2 സിനിമകൾ ചെയ്തു. ജോസഫിന് മുമ്പ് അവൻ ചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. പൃഥ്വിരാജാണ് നായകൻ. അതില് പൃഥ്വിരാജിന്റെ ഹീറോയിന് ഞാൻ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് എന്റെ ശബ്ദം കൊടുത്തു. പിന്നെ ക്ലാസ്മേറ്റ്സിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. BBC എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. 1-2 സീനിലേ ഉള്ളൂ, അത് ചെയ്യാൻ പറ്റി. പിന്നീടാണ് ജോസഫിലൊക്കെ ഇപ്പം ഈ അടുത്തല്ല, 2018 ജോസഫ് വരുന്നത്. അത് ഞാൻ ജോസഫിൽ പാടി. കരിനീല കണ്ണുള്ള പെണ്ണെ എന്ന് പറയുന്ന കാർത്തിക്കാണ് മെയിൽ പാടിയിരിക്കുക. അതിനകത്ത് കുറച്ച് ഫീമെയിൽ പോർഷൻ ഉണ്ട്. അത് പാടിയത് ഞാനാ. അപ്പം അത് പാടാൻ ചെല്ലുമ്പോൾ ജോജു ചേട്ടനാണ് ചോദിച്ചത്, ഈ വോയിസ് അതിനകത്തൊരു ക്യാരക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു, നമുക്ക് ചെയ്തു നോക്കിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ജോസഫില് മാധുരി എന്ന് പറയുന്ന ആക്ട്രസിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്. ജോസഫിന്റെ 3 നായികമാരുണ്ട് അതിൽ ആദ്യത്തെ നായികയ്ക്ക് വേണ്ടിയിട്ടാണ്. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ. പുള്ളിക്കാരി മലയാളി അല്ല. അതിങ്ങനെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജോസഫിനെ സ്നേഹിക്കുന്ന, അതായത് ആദ്യത്തെ കാമുകിയാണ്. അപ്പം വളരെ രഹസ്യമായിട്ട്, ആരും കേൾക്കാതെ കാണാതെ രഹസ്യമായിട്ട് കാണുന്ന കുറച്ച് സീൻസ് ഒക്കെയാണ് ഡബ് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അൽമല്ലു. അത് അൽമല്ലുവിൽ ഞാൻ പാടിയിരുന്നു. പാടാനുള്ള അവസരം തരുന്നത് ബോബൻ സാമുവൽ ആണ് ഡയറക്ടർ. അപ്പോൾ ബോബൻ ചേട്ടൻ്റെ 1-2 സിനിമകളും പാടിയിട്ടുണ്ട്. അങ്ങനെ അൽമല്ലുവില് നമിതയുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. അതും കുറച്ചേ ഉള്ളൂ. ഒരു കോളേജിലൊക്കെ ഓഫ് കോഴ്സ് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ടാവും. കോളേജ് ടൈമിലാണ് ആങ്കറിങ് തുടങ്ങിയത്, TV ഷോസ് ചെയ്യാൻ തുടങ്ങിയത്. ബെസ്റ്റ് ടൈം. അപ്പൊ പിന്നെ ഓൾറെഡി സെലിബ്രിറ്റി ആയിട്ടാണ് കോളേജിൽ. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഒരു കമ്പനി ആയ ആളെ തന്നെ കല്യാണം കഴിച്ചത്. അപ്പൊ പിന്നെ അതിന് വലിയൊരു സ്കോപ്പ് തന്നില്ല. ഇനി അങ്ങോട്ട് സിനിമയിലൊരു നല്ലൊരു പാട്ട് പാടി ഒരു വലിയൊരു പോപ്പുലർ സിംഗർ ആവാം എന്നുള്ളൊരു സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാന്നല്ല, റെയറായിട്ട് ഒരു വർഷം ഒരു 10-20 സിനിമ ഇറങ്ങുന്നതിൽ ഒരു സിനിമയിൽ ഒരു പാട്ട്, ചിലപ്പോൾ നല്ലൊരു പാട്ട്, നല്ലൊരു അവസരം, സിംഗർക്ക് നല്ലൊരു പ്രോമിനൻസ് കിട്ടുന്ന ഒരു പാട്ടുണ്ടാവാം. എവിടെയെങ്കിലും ഇങ്ങനെ ഞാൻ കാരണമാണ് ഇത് ചാൻസസ് കുറയുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇൻ ദ സെൻസ് ലൈക്ക് പോയിട്ട് ചോദിക്കാനുള്ള ഒരു മടിയുള്ള കൂട്ടത്തിലാണോ? അതുണ്ട്. അത് നല്ല പോലെ ഉണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതല്ല ശരിക്കും വേണ്ടത്. കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവ് ആവണം, കുറച്ചുകൂടെയൊക്കെ എന്താ ബോൾഡ് ആവണം, കയറി നിന്ന് എല്ലാവരോടും അവസരം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല.